ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് എഡ്യൂക്കേഷൻ. അപ്പോൾ നിങ്ങളുടെ ഓണം എക്സാമിന്റെ സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്റർ നമ്മൾ ഈ വീഡിയോയിൽ ഒരു 30 മിനിറ്റ്സിനുള്ളിൽ പഠിക്കാൻ പോവാണ്. എല്ലാവരും സെറ്റ് ആണല്ലോ? അപ്പോൾ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കിടക്കാം. സോ എന്താണ് ഓസിലേഷൻ? ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീരിയോഡിക് മോഷൻ ആണ്. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ഇന്റർവെൽസിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓസിലേഷൻ എന്താ നടക്കുന്നത്? ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റ് അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലാണ്, അതിന്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിൽക്കുന്നു. ഓക്കെ, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കുന്നു. ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഈ ഒബ്ജക്റ്റ് റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈമിൽ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യാണ്. ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്നു റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈമില്. അതല്ലാണ്ട് ഈ ഒബ്ജക്റ്റ് ഇവിടെ പോയിട്ട് ഓക്കെ ഇനി ഒരു 10 സെക്കൻഡ് ഇവിടെ നിൽക്കാം എന്നിട്ട് മൂവ് ചെയ്യാം എന്നല്ല. റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈമില് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓസിലേഷന്റെ ഡിഫറെന്റ് എക്സാമ്പിൾസ് ആണ്. പെൻഡുലം ക്ലോക്ക്, നമ്മുടെ ഗിറ്റാർ സ്ട്രിങ്ങിന്റെ വൈബ്രേഷൻ, അതുപോലെ തന്നെ ഊഞ്ഞാലാടുന്നത്, ഓഷ്യന്റെ വേവ്സ്, പിന്നെ ട്യൂണിംഗ് ഫോർക്കിന്റെ റെസൊണൻസ്, അതുപോലെ തന്നെ മാസ് സ്പ്രിംഗ് സിസ്റ്റം ഒക്കെ ഓസിലേഷന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി ഓസിലേഷനിൽ വരുമ്പോൾ എന്താണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് നോക്കാം. സോ നമ്മുടെ ഒബ്ജക്റ്റ്, ഇത് നമ്മുടെ സിമ്പിൾ പെൻഡുലം ആണ്, അതിന്റെ ബോവാണ്. ഈ ഒബ്ജക്റ്റ് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് ഉണ്ടാവുന്ന അതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു വൺ സൈഡ് ആണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കേസിൽ ഇപ്പൊ സപ്പോസ് നമ്മുടെ ഇയാള് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഇങ്ങോട്ട് പോയി, ഓക്കെ, ഒരു സൈഡിലേക്ക് പോകുന്നു. അത് മാക്സിമം എത്ര പോയി? ഒരു 10 സെന്റിമീറ്റർ പോവുകയാണെങ്കിൽ ഈ കേസിൽ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. SI യൂണിറ്റ് മീറ്റർ ആണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡിന്റെ. അപ്പൊ ഇവിടെ 10 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.1 മീറ്റർ ആയിരിക്കും നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വൺ സൈഡിലേക്കുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എപ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾ പറയാം? ഒബ്ജക്റ്റ് അതിന്റെ ഒരു പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് ആ സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിലേക്ക്, ഇനീഷ്യൽ പൊസിഷനിലേക്ക് അത് തിരിച്ചെത്തുന്ന സമയത്താണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, എപ്പോഴാണ്? റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ ഇൻ ദി സെയിം ഡയറക്ഷൻ ഫ്രം വെയർ ഇറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ച് അത് ക്ലിയർ ചെയ്യാം. നോക്കൂ, ആദ്യം ഒബ്ജക്റ്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബി വഴി അങ്ങോട്ട് പോയി സിയിലെത്തി, എന്നിട്ട് തിരിച്ച് ബി വഴി എയിലേക്ക് വരികയാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ എന്ത് പറയും? ഓക്കെ, ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി. ഇനി സപ്പോസ് ബിയിൽ നിന്നാണ് നമ്മുടെ ഒബ്ജക്റ്റ്, നമ്മുടെ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിക്കാം. അപ്പൊ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സിയിലേക്ക് പോയി, തിരിച്ച് ബി വഴി എയിലേക്ക് പോയി. മതിയോ? പോരാ, തിരിച്ചെവിടെ എത്തണം? ബിയിലേക്ക് തന്നെ എത്തണം. സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിലേക്ക് തിരിച്ചെത്തണം അല്ലെ? അപ്പൊ ബിയിൽ നിന്ന് തുടങ്ങി സിയിൽ പോയി, തിരിച്ച് ബി വഴി എയിൽ പോയി, തിരിച്ച് ബിയിൽ എത്തുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയും? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു ഓസിലേഷൻ എപ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്? ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബോഡി അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ചെത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് പീരിയഡും ഫ്രീക്വൻസിയും എന്ന് നോക്കാം. അപ്പോൾ ഓസിലേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഇനി ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈം ടേക്കൺ ഫോർ വൺ ഓസിലേഷൻ ആണ് നമ്മൾ പീരിയഡ് എന്ന് പറയുന്നത്. ടി എന്ന് പറഞ്ഞ ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നു. സമയമായതുകൊണ്ട് തന്നെ അതിന്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ്. ഇനി ഇപ്പോ പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയമാണ്. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് ഉണ്ടാവുന്നുണ്ട് എന്നതിന്റെ മെഷറാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഓസിലേഷൻസിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ F വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. യൂണിറ്റ് ഹെർട്സ് ആണ്. ഓക്കെ, ഇനി ക്ലിയർ ആവാൻ വേണ്ടി നമുക്ക് പെട്ടെന്നൊരു പ്രോബ്ലം ചെയ്യാം. എന്താണ്? ഇഫ് എ പെൻഡുലം ടേക്സ് 1 മിനിറ്റ് ടു കംപ്ലീറ്റ് 30 ഓസിലേഷൻസ്. അപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 60 സെക്കൻഡ്സ് ആണ്. 60 സെക്കൻഡ്സ് കൊണ്ട് അത് 30 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു. നമുക്ക് എന്തോ കണ്ടുപിടിക്കണം? ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡും കണ്ടുപിടിക്കണം, ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പൊ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 60 സെക്കൻഡ് കൊണ്ട്
ഈ സമയത്ത് നമ്മൾ ടി എന്ന് വിളിക്കുന്നു, 30 ഓസിലേഷൻസ് നമ്മൾ എൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ 60 സെക്കൻഡ് കൊണ്ട് 30 ഓസിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും? 60/30 is equal to 2. അപ്പോൾ നമ്മുടെ ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് എന്നുള്ളത് ഇവിടെ 2 സെക്കൻഡ് ആണ്. സോ പീരീഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? ടി is equal to ടൈമിനെ നമ്പർ ഓഫ് ഓസിലേഷൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. സോ T/N ആണ് ഇവിടെ നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പീരീഡ് എത്രയാണ്? 2 സെക്കൻഡ്സ്. അതായത് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 2 സെക്കൻഡ്സ് വേണം. ഇനി എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഓസിലേഷൻസിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ 60 സെക്കൻഡ്സിൽ 30 ഓസിലേഷൻസ് ആണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രയായിരിക്കും? ഒരു സെക്കൻഡിൽ നമുക്ക് 30/60 is equal to 1/2 അല്ലെങ്കിൽ 0.5 ഹെർട്സ് ആണ് ഇവിടെ നമ്മുടെ ഫ്രീക്വൻസി ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടൈം പീരീഡും ഫ്രീക്വൻസിയും ദേ ആർ റെസിപ്രോക്കൽസ് ഓഫ് ഈച്ച് അതർ. അതായത് ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1 ഫ്രീക്വൻസി എന്ന് എനിക്ക് എഴുതാം, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ടൈം പീരീഡും എന്ന് എഴുതാം. അതായത് ടൈം പീരീഡും ഫ്രീക്വൻസിയും ദേ ആർ റെസിപ്രോക്കൽസ് ടു ഈച്ച് അതർ. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് ലെങ്ത്, പീരിയഡ്, ഫ്രീക്വൻസി ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് നോക്കാം. സോ ലെങ്ത് കുറയുന്ന സമയത്ത് ഫ്രീക്വൻസി കൂടും. ഫ്രീക്വൻസി കൂടി എന്ത് സംഭവിക്കും? പീരിയഡ് കുറയും. ഓക്കെ, ഇനി ലെങ്ത് കൂടിക്കഴിഞ്ഞാലോ? ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കുറയും, അപ്പോൾ പീരിയഡ് കൂടും. ഓക്കെ, അപ്പോൾ ലെങ്ത് ഇൻക്രീസസ്, ഫ്രീക്വൻസി ഡിക്രീസസ്. ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ പീരിയഡ് ഇൻക്രീസ് ആവും. ഇനി എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി? ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഞാൻ ഫ്രീലി വൈബ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഒരു ഒബ്ജക്റ്റ്, ഇതിപ്പോൾ ട്യൂണിംഗ് ഫോർക്കാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഫ്രീലി വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റെ ഇന്നേറ്റ് ഫ്രീക്വൻസിയിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഫ്രീലി വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ ഇന്നേറ്റ് ഫ്രീക്വൻസിയിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ ഫ്രീക്വൻസിനെയാണ് നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീലി വൈബ്രേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് അതിൻ്റെ ഇന്നേറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി എന്തൊക്കെയാണ് നാച്ചുറൽ ഫ്രീക്വൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഒബ്ജക്റ്റിന്റെ ലെങ്ത്. നിങ്ങൾ ഓൾറെഡി നമ്മൾ കണ്ടു, ലെങ്ത് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടും, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഇനി സൈസ് എന്താണ്? മാസ് കൂടുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി, നാച്ചുറൽ ഫ്രീക്വൻസി കുറയും. ഓക്കെ, അപ്പോൾ ലാർജർ ദി മാസ് ലോവർ ദി നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, ഇനി നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. നമുക്ക് സ്റ്റിഫ്നെസ് വെച്ചിട്ട് നമുക്കിത് മനസ്സിലാക്കാം. അപ്പോൾ സ്റ്റിഫ്നെസ് കൂടുന്നതിനനുസരിച്ച് എന്താണ്? ഫ്രീക്വൻസിയും കൂടും. ഓക്കെ, അപ്പോൾ മോർ സ്റ്റിഫ്നെസ്, ഹയർ നാച്ചുറൽ ഫ്രീക്വൻസി. ഇനി എന്താണ്? ഇലാസ്റ്റിസിറ്റി ആണ്. ഇലാസ്റ്റിസിറ്റിയും നാച്ചുറൽ ഫ്രീക്വൻസിയുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഇലാസ്റ്റിസിറ്റി കൂടുമ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസിയും കൂടും. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് ഫോഴ്സ്ഡ് വൈബ്രേഷനും റെസൊണൻസും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എന്താണ്, ഫ്രീ ആയിട്ട് ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ എന്ത് ചെയ്തു? ഒരു ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യിച്ചു. ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യിച്ചിട്ട് ഞാൻ അത് ഈ ടേബിളിൽ വെച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഈ ടേബിളും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്ക് കൊണ്ടാണ് ഞാൻ ടേബിളിനെ വൈബ്രേറ്റ് ചെയ്യിച്ചത്. അപ്പോൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് വഴി ഞാൻ മറ്റൊരു ഒബ്ജക്റ്റിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് ഞാൻ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സ്റ്റേണൽ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് വഴി ഞാൻ വേറൊരു ഒബ്ജക്റ്റിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് വിളിക്കും. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ റോഡ് സൈഡിലൊക്കെ വീടുള്ള ആൾക്കാരാണെങ്കിൽ റോഡിൽ വലിയ വെഹിക്കിൾസ് ഒക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ജനലുകളൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ജനൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും, പ്ലസ് ചില സമയത്ത് ഒരു സൗണ്ടും കേൾക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇയാൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഇയാളുടെ വൈബ്രേഷൻ കാരണം നമ്മുടെ ജനലും വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഫോഴ്സ്ഡ് വൈബ്രേഷൻ കാരണം ഉണ്ടാവുന്ന ഒരു ഫിനോമിനയാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? നമുക്ക് ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ എക്സാമ്പിൾ എടുക്കാം. ട്യൂണിംഗ് ഫോർക്കിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും, ഈ ടേബിളിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആവുന്ന സമയത്ത് ഇവർ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യും. നിങ്ങൾ ഈ രണ്ട് കേസിൽ നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും.
ഓക്കെ, അപ്പോൾ ഞാൻ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്തിട്ട് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ ടേബിൾ വൈബ്രേറ്റ് ചെയ്യും. ഈ ട്യൂണിംഗ് ഫോർക്കിന്റെയും ടേബിളിന്റെയും നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. അവരുടെ നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആവുന്ന സമയത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഇവർ വൈബ്രേറ്റ് ചെയ്യും. അതിനാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ജനലിൽ വൈബ്രേഷനും ഒരു സൗണ്ടും കേൾക്കാന്നുള്ളത്. അപ്പൊ ഈ സൗണ്ട് എന്താണ്? ഈ ഇവരുടെ രണ്ടുപേരുടെയും നാച്ചുറൽ ഫ്രീക്വൻസീസ് ഈക്വൽ ആയപ്പോ അവർ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്തു, പ്രൊഡ്യൂസിങ് സൗണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദി ഫോഴ്സിങ് ഒബ്ജക്റ്റ് ആൻഡ് ദി ഫോഴ്സ്ഡ് ഒബ്ജക്റ്റ് ഈക്വൽ ആവുമ്പോൾ എന്ത് സംഭവിക്കും? റെസൊണൻസ് ഉണ്ടാവും. റെസൊണൻസിൽ ദേ വിൽ വൈബ്രേറ്റ് വിത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. ക്ലിയർ ആണല്ലോ? ഇനി കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് റെസൊണൻസിന്റെ, ഫോഴ്സ്ഡ് വൈബ്രേഷന്റെയും റെസൊണൻസിന്റെയും ആപ്ലിക്കേഷൻസ് ആണ്. MRI സ്കാനിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്? റേഡിയോ വേവ്സ് നമ്മുടെ ബോഡിയിലുള്ള ആറ്റംസിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ റെസൊണൻസിൽ അവർ എന്ത് ചെയ്യും? ഇമേജ് റെസൊണൻസിൽ എത്തും. അപ്പോൾ ഈ റേഡിയോ വേവ്സിന്റെ ഫ്രീക്വൻസിയും നമ്മുടെ ആറ്റത്തിന്റെ വൈബ്രേറ്റ് ചെയ്യുന്ന ആറ്റത്തിന്റെ ഫ്രീക്വൻസിയും ഈക്വൽ ആവുമ്പോൾ എന്ത് സംഭവിക്കും? റെസൊണൻസ് ആയിരിക്കും. അപ്പോൾ റെസൊണൻസിൽ അവർ ഇമേജ് ഉണ്ടാക്കാനുള്ള സിഗ്നൽസ് കൊടുക്കും. അതുപോലെ തന്നെ റേഡിയോ ട്യൂണിങ് എന്താണ്? നമ്മൾ റേഡിയോ സ്റ്റേഷന്റെ ഫ്രീക്വൻസിയുമായിട്ട് മാച്ച് ചെയ്യാണ്. നമ്മുടെ റേഡിയോയുടെ ഫ്രീക്വൻസി ഈ സ്റ്റേഷന്റെ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്യുന്നു. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിലും അതാണ് സംഭവിക്കുന്നത്. എയർ പാർട്ടിക്കിൾസിനെ വൈബ്രേറ്റ് ചെയ്യിക്കുന്നു. റെസൊണൻസിൽ നാച്ചുറൽ ഫ്രീക്വൻസി ഈക്വൽ ആവുമ്പോൾ അവർ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്റ്റെതസ്കോപ്പിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഹേർട്ട് ബീറ്റ് ഈ സ്റ്റെതസ്കോപ്പിനകത്തുള്ള എയർ കോളത്തിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. റെസൊണൻസിൽ എത്തുന്ന സമയത്ത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് സൗണ്ട് ആംപ്ലിഫൈ ചെയ്തിട്ട് കേൾക്കാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ, നെക്സ്റ്റ് വേവ് മോഷൻ ആണ്. സോ വേവ് മോഷൻ എന്താണ്? വേവ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള എനർജീന്റെ പ്രൊപ്പഗേഷൻ ആണ്. എങ്ങനെയാണ്? ഓസിലേഷൻ വഴി. ഓക്കെ, അപ്പൊ ഓസിലേഷൻ വഴിയുള്ള എനർജിയുടെ കണ്ടിന്യൂസ് പ്രൊപ്പഗേഷനാണ് നമ്മൾ വേവ് മോഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സൗണ്ട് വേവ്. സൗണ്ട് വേവ് എന്താണ് ചെയ്യുന്നത്? സൗണ്ട് എനർജീനെ പ്രൊപ്പഗേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താ? എർത്ത് ക്വേക്ക്. എർത്ത് ക്വേക്ക് എന്താണ്? നമ്മുടെ എർത്തിന്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈബ്രേഷൻ സീസ്മിക് വേവ് ആയിട്ട്, ഇതൊരു എനർജിയാണ്. ഈ വൈബ്രേഷൻ എന്താണ്? സീസ്മിക് വേവ് ആയിട്ടാണ് മുകളിലേക്ക് നമ്മുടെ എർത്ത് സർഫസിലേക്ക് വരുന്നതും അവിടെ ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കുന്നതും. അപ്പൊ വേവ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ ഓഫ് എനർജിയാണ്. കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു അതർ പാർട്സ്. എങ്ങനെ? ത്രൂ ഓസിലേഷൻസ്. സോ അതാണ് വേവ് മോഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈറ്റ് വേവ്സും എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കുളത്തിലേക്ക് കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ റിപ്പിൾസ് ഉണ്ടാവും അല്ലേ? അപ്പൊ ഈ റിപ്പിൾസ് എന്താണ്? ഈ പോയിന്റിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ എനർജീനെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു വേവ്സ് ആയിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി വേവ്സിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ വേവ്സ് ദാറ്റ് ഡു നോട്ട് റിക്വയർ എനി മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ. ഓക്കെ, സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് മീഡിയത്തിന്റെ ആവശ്യം ഇല്ല, അത് വാക്വത്തിലൂടെ പോകും. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ വേവ്സ് ആണ്, അല്ലെങ്കിൽ വേവ്സ് ദാറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. ഏതൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ എക്സാമ്പിൾസ്? നമുക്കറിയാം അല്ലെ? ഗാമ റേസ് ഉണ്ട്, എക്സ് റേസ് ഉണ്ട്, UV റേസ് ഉണ്ട്, നമ്മുടെ ഇൻഫ്രാറെഡ് ഉണ്ട്, അതുപോലെ തന്നെ വിസിബിൾ, പിന്നെ മൈക്രോവേവ് ഒക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ, അതായത് ട്രാൻസ്മിഷന് മീഡിയം ആവശ്യമില്ലാത്ത വേവ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി മെക്കാനിക്കൽ വേവ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടു സൗണ്ട് വേവ്സ് ഉണ്ട്, സീസ്മിക് വേവ്സ്, സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന വേവ്സ്, വാട്ടർ റിപ്പിൾസ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന വേവ്സ്, ഓഷ്യൻ വേവ്സ്, അതുപോലെ തന്നെ സ്ലിംഗി സ്പ്രിംഗിൽ ഉണ്ടാവുന്ന വേവ് ഒക്കെ മെക്കാനിക്കൽ വേവ്സിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ വേവ്സിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. വേവ്സ് ദാറ്റ് റിക്വയർ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ, അതായത് മെക്കാനിക്കൽ വേവ്സ്, അതുപോലെ തന്നെ വേവ്സ് ദാറ്റ് ഡു നോട്ട് റിക്വയർ എനി മീഡിയം ഫോർ ട്രാൻസ്മിഷൻ, അത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇനി ഈ മെക്കാനിക്കൽ വേവ്സിനെ നമുക്ക് രണ്ടായിട്ട് ഇതുപോലെ തന്നെ കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും മറ്റൊന്ന് ട്രാൻസ്വേഴ്സ് വേവ്സും. ഓക്കെ, അപ്പോൾ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ ആ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് എങ്ങനെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? പാരലൽ ടു ദി ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷന്റെ പാരലൽ ആയിട്ട് നമ്മുടെ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും. അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്.
ഇനി ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിലോ, ട്രാൻസ്വേഴ്സ് നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി. ട്രാൻസ്വേഴ്സ് ആണെങ്കിൽ ഇവിടെ പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പോൾ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് ഏത് ഡയറക്ഷനിലാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ വേവ് പ്രൊപ്പഗേഷന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യും. അതാണ് ട്രാൻസ്വേഴ്സ് വേവ്. ലോഞ്ചിറ്റ്യൂണൽ വേവ്സിൽ കംപ്രഷനും റയർഫാക്ഷനും ഉണ്ടായിരിക്കും. ട്രാൻസ്വേഴ്സ് വേവിലോ, നമ്മുടെ ക്രസ്റ്റും ട്രഫും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ലോഞ്ചിറ്റ്യൂണൽ വേവ്സിൽ കംപ്രഷനും റയർഫാക്ഷനും ഉണ്ടാകുന്ന സമയത്ത് അവിടെ പ്രഷർ വേരിയേഷൻ ഉണ്ടാവും. പക്ഷേ ട്രാൻസ്വേഴ്സ് വേവിൽ പ്രഷർ വേരിയേഷൻ ഉണ്ടാവുന്നില്ല. എക്സാമ്പിൾസ് സൗണ്ട് വേവ്സും പ്രഷർ വേവ്സും ഒക്കെയാണ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സിന്റെ എക്സാമ്പിൾസ്. ഇനി ട്രാൻസ്വേഴ്സ് വേവ്സിലേക്ക് വരികയാണെങ്കിൽ ലൈറ്റ്, EM വേവ്സ്, അതുപോലെ തന്നെ വാട്ടർ സർഫസിൽ ഉണ്ടാകുന്ന റിപ്പിൾസ് ഒക്കെ നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒരു വേവിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഒന്ന്, ആംപ്ലിറ്റ്യൂഡ്. നമ്മൾ ഓൾറെഡി ആംപ്ലിറ്റ്യൂഡ് ഡിസ്കസ് ചെയ്തു. ഇനീഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കണ്ടോ, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, പീരിയഡ് എന്താണ് നമ്മൾ ഓൾറെഡി കണ്ടു. ടു കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ, ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടൈം ബൈ നമ്പർ ഓഫ് വൈബ്രേഷൻ ആണ്. ഇനി എന്താണ് ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? എ സൈക്കിൾ ഈസ് വൺ കംപ്ലീറ്റ് ഓസിലേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ വേവ് മോഷൻ. ഓക്കെ, അപ്പോൾ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ ആണ്. ഈ കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ പീരിയഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആരായിരിക്കും? നെക്സ്റ്റ് നമ്മുടെ ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ ഒരു സെക്കൻഡിൽ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് സൈക്കിൾസ്. ഓക്കെ, സോ ഫ്രീക്വൻസി ഇസ് ദി നമ്പർ ഓഫ് സൈക്കിൾസ് ദാറ്റ് പാസ് ത്രൂ എ പെർട്ടിക്കുലർ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. നമ്മൾ ഓൾറെഡി കണ്ടു തന്നെയാണ്, ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന നമ്പർ ഓഫ് സൈക്കിൾസിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ ദി സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. ഓക്കെ, ഒരേ ഫേസിലുള്ള രണ്ട് കോൺസിക്യൂട്ടീവ് പോയിന്റുകൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ട്രാൻസ്വേഴ്സ് വേവിലെ വേവ് ലെങ്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരേ ഫേസ് ഓഫ് വൈബ്രേഷൻ ഉള്ള രണ്ട് പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ കേസിൽ എന്താണ്? എയും ഇയും ഒരേ ഫേസിലുള്ള രണ്ട് കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? നമ്മുടെ വേവ് ലെങ്ത് ലാംഡ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇനി പി എന്ന് പറഞ്ഞ പാർട്ടിക്കിളും ക്യൂ എന്ന് പറഞ്ഞ പാർട്ടിക്കിളും സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ആണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസും നമ്മുടെ വേവ് ലെങ്ത് ആണ്. ഇനി ഒറിജിൻ, ഈ പാർട്ടിക്കിളും അതുപോലെ തന്നെ ഡി എന്ന് പറഞ്ഞ പാർട്ടിക്കിളും എന്താണ്? സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ആണ്. സോ സെയിം ഫേസ് ഓഫ് വൈബ്രേഷനുള്ള രണ്ട് കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. സോ ട്രാൻസ്വേഴ്സ് വേവിൽ നമ്മൾ കണ്ടു. ഓക്കെ, സോ രണ്ട് കോൺസിക്യൂട്ടീവ് ക്രസ്റ്റുകളോ രണ്ട് കോൺസിക്യൂട്ടീവ് ട്രഫുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ട്രാൻസ്വേഴ്സ് വേവിലെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി ലോഞ്ചിറ്റ്യൂണൽ വേവിൽ വരികയാണെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് കംപ്രഷന്റെ ഇടയിലുള്ളതോ അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് റയർഫാക്ഷന്റെ ഇടയിലുള്ളതോ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂണൽ വേവ്സിലെ എന്ത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി സ്പീഡ് ഓഫ് വേവ് ഒന്നുമില്ല, സിമ്പിൾ ആണ്. എന്താണ് സ്പീഡ്? ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ വേവിന്റെ സ്പീഡ് എന്തായിരിക്കും? ഒരു വേവ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഇൻ 1 സെക്കൻഡ്. ഓക്കെ, ഒരു 1 സെക്കൻഡിൽ ഈ വേവ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്ന മെഷറാണ് നമ്മുടെ വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് സ്പീഡ് ഓഫ് വേവിന്റെ SI യൂണിറ്റും. ഓക്കെ, ഇനി ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണ്? സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫ്രീക്വൻസിയും വേവ് ലെങ്തും ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. എപ്പോ? സ്പീഡ് കോൺസ്റ്റന്റ് ആകുമ്പോൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് വെൻ സ്പീഡ് ഈസ് കോൺസ്റ്റന്റ്. കണ്ടോ, ഹയർ ഫ്രീക്വൻസി ആവുന്ന സമയത്ത് വേവ് ലെങ്ത് കുറവാണ്, ഫ്രീക്വൻസി കുറയുന്ന സമയത്ത് എന്താണ്? വേവ് ലെങ്ത് കൂടുതലാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി വേവിന്റെ സ്പീഡും ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. സോ സ്പീഡ് ഓഫ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ആണ്. സോ V is equal to F ലാംഡ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ സ്പീഡ് ഓഫ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസിന്റെയും വേവ് ലെങ്തിന്റെയും പ്രൊഡക്റ്റ് ആണ്.
ഇനി റിഫ്ലക്ഷൻ സിമ്പിൾ ആണ്. ഒരു സർഫസിലോ ഒബ്ജക്റ്റിലോ തട്ടിയിട്ട് നമ്മുടെ സൗണ്ട് ബൗൺസ് ബാക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സർഫസിൽ തട്ടിയിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ തട്ടിയിട്ട് നമ്മുടെ സൗണ്ട് ബൗൺസ് ബാക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് അറിയുന്നതാണ്, സ്മൂത്ത് സർഫസ് ആയിരിക്കും കൂടുതൽ എഫക്റ്റീവ്ലി സൗണ്ടിനെ റിഫ്ലക്ട് ചെയ്യുന്നത്. എക്സാമ്പിൾ എന്താണ്? സൗണ്ട് ബോർഡ്. ഇയാളുടെ ബാക്കിൽ സൗണ്ട് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് അതിൽ തട്ടി ഓഡിയൻസിന് ടുവേർഡ്സ് അത് റിഫ്ലക്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സീലിംഗ് കർവ്ഡ് ആക്കി കഴിഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലേക്കും സൗണ്ട് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്താണ്? ഈ റിഫ്ലക്ട് ചെയ്ത സൗണ്ട് തന്നെ വീണ്ടും റിഫ്ലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ കേസ് എടുത്ത് തന്നെ ഇവിടെ റിഫ്ലക്ട് ചെയ്ത സൗണ്ട് വീണ്ടും ഇവിടെ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് സൗണ്ട് റിഫ്ലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പേഴ്സിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്താണ്? സിമ്പിൾ ആണ്. ഞാനിപ്പോൾ ഒരു സൗണ്ട് കേൾക്കുകയാണെങ്കിൽ എൻ്റെ ബ്രെയിനിൽ അത് എന്ത് ചെയ്യും? 1/10 അത് പേഴ്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഞാൻ ഇപ്പോൾ കേൾക്കുന്ന ഒരു സൗണ്ട് എൻ്റെ ബ്രെയിനിൽ ഒരു സെക്കൻഡിന് 1/10. ഓക്കെ, അപ്പോൾ 0.1 സെക്കൻഡ് സമയത്തേക്ക് അതിൻ്റെ ബ്രെയിനിൽ ഉണ്ടാവും. ഞാൻ ഈ സമയത്തിനുള്ളിൽ ഈ 0.1 സെക്കൻഡിനുള്ളിൽ വേറൊരു സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ആ രണ്ട് സൗണ്ടും കൂടെ കമ്പൈൻ ചെയ്തൊരു സൗണ്ട് ആയിരിക്കും എനിക്ക് കേൾക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ പേഴ്സിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കുന്ന സൗണ്ട് എൻ്റെ ബ്രെയിനിൽ 1/10 സമയത്തേക്ക് പേഴ്സിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, എക്കോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളൊരു മലയുടെ മുകളിൽ പോയിട്ട് ഉറക്കെ കൂവിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പുറത്തുള്ളൊരു സർഫസിൽ തട്ടിയിട്ട് അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരു മലയിൽ തട്ടിയിട്ട് തിരിച്ചു നിങ്ങൾക്ക് കേൾക്കും അല്ലേ? ഇതിനാണ് നമ്മൾ എക്കോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സൗണ്ട് ഹേർഡ് ആഫ്റ്റർ എ വൈൽ. എങ്ങനെ? ഡ്യൂ ടു ദ റിഫ്ലക്ഷൻ ഓഫ് ഇനീഷ്യൽ സൗണ്ട്. ഞാൻ ഇവിടുന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന സൗണ്ട് റിഫ്ലക്ട് ചെയ്തിട്ട് കുറച്ച് സമയത്തിന് ശേഷം എനിക്കത് കേൾക്കുന്നു. ഇതിനാണ് നമ്മൾ എക്കോ എന്ന് പറയുന്നത്. അപ്പോൾ എക്കോ കേൾക്കണമെങ്കിൽ എന്താണ്? അറ്റ്ലീസ്റ്റ് 0.1 സെക്കൻഡ് ആഫ്റ്റർ ദി ഒറിജിനൽ സൗണ്ട്. ഞാനിപ്പോൾ സൗണ്ട് ഉണ്ടാക്കിയിട്ട് 0.1 സെക്കൻഡെങ്കിലും കഴിഞ്ഞിട്ട് ആ സൗണ്ട് എനിക്ക് കേൾക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് പ്രോപ്പറായിട്ട് എക്കോ കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മിനിമം സമയം എത്രയാണ് എക്കോ കേൾക്കാനുള്ളത്? 0.1 സെക്കൻഡ് ആണ് എക്കോ കേൾക്കാനുള്ള മിനിമം സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡിനുള്ളിൽ എത്ര മിനിമം ഡിസ്റ്റൻസിലായിരിക്കണം? അതായത് നമ്മുടെ സോഴ്സും സർഫസും തമ്മിൽ ഉണ്ടാകുന്ന മിനിമം ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? നമുക്ക് എയറിലുള്ള സൗണ്ടിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് 350 മീറ്റർ/സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ടൈം എത്രയാണ്? മിനിമം ടൈം നമുക്ക് വേണ്ടത് 0.1 സെക്കൻഡ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയായി? വെലോസിറ്റി ഇൻറ്റു ടൈം ആയി. സോ 350 ഇൻറ്റു 0.1. സോ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 മീറ്റർ ആയി. സോ ഈ 35 മീറ്റർ എന്താണ് ആക്ച്വലി? ഈ 35 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടു സൗണ്ടിനെ, അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്നു. ഈ മൊത്തം ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? 35 മീറ്റർ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അതെന്തായിരിക്കും? 35ന്റെ പകുതി ആയിരിക്കും. അപ്പോൾ d/2 എന്ന് പറഞ്ഞാൽ 17.5. അപ്പോൾ 17.5 മീറ്റർ എങ്കിലും അറ്റ്ലീസ്റ്റ് 17.5 മീറ്റർ എങ്കിലും ദൂരത്തിലാവണം നമ്മുടെ സോഴ്സും സർഫസും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കേൾക്കാൻ പറ്റുള്ളൂ? എക്കോ കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ 0.1 സെക്കൻഡ് വേണം മിനിമം. ഡിസ്റ്റൻസ് എത്രയാണ്? 17.5 മീറ്റർ ആയിരിക്കണം മിനിമം ഡിസ്റ്റൻസ്. ഓക്കെ, റിവർബേഷൻ എന്താണ്? റിവർബേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മുഴക്കമാണ്. എക്കോ അല്ല, ഒരു മുഴക്കം. അതായത് നമ്മളിപ്പോൾ വലിയ ഹാളിലൊക്കെ പോയി സൗണ്ട് ഉണ്ടായി കഴിയുമ്പോൾ നമുക്കൊരു മുഴക്കം കേൾക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ റിവർബേഷൻ ഈസ് ദി ലിങ്കറിങ് ഓഫ് സൗണ്ട്. ലിങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ ഉണ്ടാക്കിയ സൗണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന വഴി എനിക്ക് എന്ത് കേൾക്കാൻ വേണ്ടി പറ്റും? ഒരു മുഴക്കം കേൾക്കാൻ വേണ്ടി പറ്റും. ലിങ്കറിങ് ഓഫ് സൗണ്ട് ഈവൻ ആഫ്റ്റർ ദി ഒറിജിനൽ സൗണ്ട് ഹാസ് സീസ്ഡ്. ഒറിജിനൽ സൗണ്ട് പോയി കഴിഞ്ഞിട്ടും എനിക്ക് ആ സൗണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്ന പോലെ തോന്നും. ഓക്കെ, എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. എൻ്റെ ആദ്യത്തെ സൗണ്ടിന്റെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ വഴിയും അതുപോലെ തന്നെ ആ ബൂം, ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തത് അത് ഫെയ്ഡ് ചെയ്യാൻ സമയം എടുക്കുന്നതുകൊണ്ടുമാണ്. ഓക്കെ, ഇനി ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ വവ്വാൽ എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? വവ്വാൽ മറ്റേ നൈറ്റ് വിഷൻ ഗോഗിളൊന്നും വെച്ചിട്ടല്ല ട്രാവൽ ചെയ്യുന്നത്. എക്കോ ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് വവ്വാൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അത് പറക്കുന്ന സമയത്ത് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സൗണ്ട് എന്ത് ചെയ്യും? മുമ്പിലുള്ള ഒബ്ജക്ട്സിൽ തട്ടിയിട്ട് ചിലപ്പോൾ അത് ഇര പിടിക്കാൻ വേണ്ടി പോവായിരിക്കും. അപ്പോൾ ഈ സൗണ്ട് എന്ത് ചെയ്യും? ഇതിങ്ങനെ പോയിട്ട് മുമ്പിൽ ഒരു ഒബ്ജക്റ്റിൽ തട്ടുന്നു, അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് നമ്മുടെ വവ്വാൽ കേൾക്കുന്നു. വവ്വാലിന്റെ ബ്രെയിൻ അത് പ്രോസസ് ചെയ്തിട്ട് ഓക്കെ ഒരു 10 മീറ്റർ കഴിഞ്ഞിട്ട് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് മനസ്സിലാക്കി അല്ലെങ്കിൽ മുമ്പിലുള്ള ഒബ്സ്ട്രക്ഷൻസും അല്ലെങ്കിൽ മുമ്പിലുള്ള സാധനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വവ്വാൽ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ടോ? ഇല്ല.
അങ്ങനെ നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല. കാരണം വവ്വാലൊക്കെ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സൗണ്ട് ഉണ്ടാക്കും, നമ്മൾ ആ സൗണ്ട് മൊത്തം കേൾക്കും. പക്ഷെ ഈ സൗണ്ട് നമ്മൾ കേൾക്കുന്നില്ല. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ഇത് അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ വവ്വാല് ഈ എക്കോലൊക്കേഷൻ നടത്താൻ വേണ്ടി ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സൗണ്ട് നമ്മൾ കേൾക്കുന്നില്ല. ബിക്കോസ് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് എല്ലാ സൗണ്ടും നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, നമുക്കെന്നല്ല എല്ലാ ഓർഗാനിസംസിനും. അപ്പൊ ഈ കേൾക്കാൻ പറ്റുന്ന ഈ ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കേൾക്കാൻ പറ്റുന്ന ലിമിറ്റ്. ഇപ്പൊ ഹ്യൂമൻ ബീങ്സിന്, നോർമൽ ഹ്യൂമൻ ബീങ്സിന് എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ, അല്ലെങ്കിൽ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയുള്ള സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ 20 ഹെർട്സിൽ കുറഞ്ഞ സൗണ്ട് ആണെങ്കിൽ അതിന് ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും, 20 കിലോ ഹെർട്സിന് മുകളിലുള്ള അല്ലെങ്കിൽ 20,000 ഹെർട്സിന് മുകളിലുള്ള സൗണ്ട് ആണെങ്കിൽ അതിന് നമ്മൾ അൾട്രാസോണിക് സൗണ്ട് എന്നും പറയുന്നു. ഓക്കെ, സോ നിങ്ങൾ ഈ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും. ഇൻഫ്രാസോണിക് സൗണ്ടും അൾട്രാസോണിക് സൗണ്ടും ഉണ്ട്. അത് കേൾക്കാൻ പറ്റുന്ന ആൾക്കാരെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന എത്രയാണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലുള്ള സൗണ്ടാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ അൾട്രാസോണിക് വേവ് ഉപയോഗിച്ച് കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. കിഡ്നി സ്റ്റോൺ ഒക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഫിസിയോതെറാപ്പിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്റേണൽ ഓർഗൻസിന്റെ ഒക്കെ ഇമേജ് എടുക്കാൻ വേണ്ടിയിട്ട് അൾട്രാസോണോഗ്രാഫി എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, വേവ് എന്ത് ചെയ്യും? നമ്മുടെ ടിഷ്യൂവിൽ അല്ലെങ്കിൽ ഓർഗാനിസംസ് തട്ടിയിട്ട് തിരിച്ചു വരും, എന്നിട്ട് ഇമേജ് ഫോം ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് സോണാർ? സോണാർ എന്താണ്? കടലിനടിയിലുള്ള ഒബ്ജക്ട്സിന്റെ ഒക്കെ ഇമേജ് എടുക്കാൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനൊക്കെ, ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് സോണാർ എന്ന് പറയുന്നത്. സോണാറിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? അൾട്രാസോണിക് വേവ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൈറൽ ട്യൂബ്സും ഇറഗുലർ മെഷീൻ പാർട്സും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് സീസ്മിക് വേവും സുനാമിയും. എന്താണ് സീസ്മിക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എർത്ത് ക്വേക്ക് കാരണമോ വോൾക്കാനിക് ഇറപ്ഷൻസ് കാരണമോ അതുപോലെ തന്നെ വലിയ എക്സ്പ്ലോഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വൈബ്രേഷൻ ഉണ്ടാവും എർത്തിന്റെ ഉള്ളിൽ. ആ വൈബ്രേഷൻ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? സീസ്മിക് വേവിന്റെ രൂപത്തിലാണ് എർത്തിന്റെ ക്രസ്റ്റിലൂടെ മൂവ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, ഇനി സീസ്മിക് വേവിനെ കുറിച്ച് പഠിക്കുന്ന ആ ഫീൽഡിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഏരിയനെ നമ്മൾ സീസ്മോളജി എന്ന് പറയും. എർത്ത് ക്വേക്കിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? റിക്ടർ സ്കെയിൽ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എർത്ത് ക്വേക്ക് ഓഷ്യൻസിൽ ഉണ്ടാവുന്ന സമയത്ത് അത് സുനാമി ട്രിഗർ ചെയ്യാം. സുനാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഓഷ്യൻ വേവ്സ് ആണ്. ഓക്കെ, ലാർജ് വോളിയൂംസ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ആവുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വലിയ ഓഷ്യൻ വേവ്സിനെയാണ് നമ്മൾ സുനാമി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇത്. എളുപ്പം സ്കോർ ചെയ്യാം. നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. സുനാമിയുടെ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്? സുനാമി വാർണിംഗ് സെന്ററിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ ഹയർ ഗ്രൗണ്ടിലേക്ക് ഇമ്മീഡിയറ്റ്ലി മൂവ് ചെയ്യുക, പിന്നെ കമ്മ്യൂണിറ്റി അവയർനെസ് ഇവാക്യുവേഷൻ ഡ്രിൽസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയ സേഫ് ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്നവരെ കോസ്റ്റൽ ഏരിയാസ് അവോയ്ഡ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സുനാമിയുടെ സേഫ്റ്റി മെഷേഴ്സ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്റർ അത്രയേ ഉള്ളൂ. സിമ്പിൾ ചാപ്റ്റർ ആണ്. നിങ്ങൾ എഫക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു 16 മാർക്കിന്റെ അടുത്ത് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ്? സ്പീഡ് ഓഫ് എ വേവ് ത്രൂ എ മീഡിയം ഡിപ്പെൻഡ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി മീഡിയം. സ്റ്റേറ്റ്മെന്റ് റീസൺ എന്താണ്? വെൻ എ സ്പീഡ് ഈസ് കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓഫ് വേവ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വേവ് ലെങ്ത്. നമ്മൾ കണ്ടു. എന്താണ്? സ്റ്റേറ്റ്മെന്റ് റീസണും കറക്റ്റ് ആണ്, റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ്മെന്റിനെ. രണ്ട് കറക്റ്റ് ആണ് പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സ്റ്റേറ്റ്മെന്റും റീസണും ഇൻകറക്റ്റ് ആണ്, പിന്നെ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്, റീസൺ കറക്റ്റ് ആണ്. രണ്ടും കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണ്, പക്ഷേ ഈ റീസൺ സ്റ്റേറ്റ്മെന്റിനെ എന്ത് ചെയ്യുന്നില്ല? എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അല്ലെ? കാരണം സ്പീഡ് കോൺസ്റ്റന്റ് ആകുമ്പോൾ ഫ്രീക്വൻസി ഓഫ് വേവ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ്. പക്ഷേ എന്താണ്? സ്പീഡ് ഓഫ് ദി വേവ് ത്രൂ ദ മീഡിയം ഡിപ്പെൻഡ്സ് ഓൺ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി മീഡിയം. ഇതും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അതായത് റീസൺ സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി എന്താണ്? 3 വയേഴ്സ് ഉണ്ട്, ഡിഫറെന്റ് ലെങ്ത് ആണ്. അപ്പോൾ വിച്ച് വയർ ഓഫ് പീസ് വൈബ്രേറ്റ് വിത്ത് ഹയർ ഫ്രീക്വൻസി? വാട്ട് ഇസ് എ റീസൺ? എന്തായിരിക്കും? ഹയർ ഫ്രീക്വൻസി കൊണ്ട് വൈബ്രേറ്റ് ചെയ്യുന്ന വേവ് ഏതായിരിക്കും? സി ആയിരിക്കും. ബിക്കോസ് ലെങ്ത് കുറവാണ്. ലെങ്ത് കുറയുമ്പോൾ ഫ്രീക്വൻസി കൂടും. ഓക്കെ, ഇനി ബി ടേക്സ് 1 സെക്കൻഡ് ഫോർ 100 വൈബ്രേഷൻസ്. വാട്ട് വിൽ ബി ഇറ്റ്സ് പീരിയഡ്? നിങ്ങൾ കണ്ടുപിടിക്കുക. 1 സെക്കൻഡ് കൊണ്ട് 100 വൈബ്രേഷൻ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.01 സെക്കൻഡ് ആയി. എന്താണ് പീരിയഡ്? ഒരു വൈബ്രേഷൻ എടുക്കുന്ന സമയം. സോ 1/100 0.01 സെക്കൻഡ്. എന്താണ്? When volcanic eruptions and earthquake occur, sometimes large scale displacement of ocean water results in disasters. നമ്മൾ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ.
എന്ത് പേരിലാണ് നിങ്ങൾ ഇതിനെ വിളിക്കുന്നത്? എന്തൊക്കെ മെഷേഴ്സ് എടുക്കാൻ വേണ്ടി പറ്റും? സുനാമിയാണ് മെഷേഴ്സ് നമ്മളിപ്പോൾ കണ്ടു. അടുത്തെന്താണ്? എ ബാറ്റ് പ്രൊഡ്യൂസസ് സൗണ്ട് വേവ്സ് ആൻഡ് റിസീവ്സ് ആൻഡ് റിഫ്ലക്റ്റഡ് വേവ് ഫ്രം an insect 0.1 second later if the speed of the sound in air is 350 meter per second. How far is the insect? നമ്മൾ ഇപ്പൊ ചെയ്തിട്ടേ ഉള്ളൂ, അതേ മെത്തേഡ് തന്നെയാണ്. എന്താണ്? നമ്മൾ നോർമൽ ഇക്വേഷൻ യൂസ് ചെയ്തു. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, എന്നിട്ട് d/2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി 17.5 മീറ്റർ ആണ് ആൻസർ. കണ്ടോ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ ക്ലാസ് നിങ്ങൾ എഫക്റ്റീവായിട്ട് കേട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന്, ഓണം എക്സാമിന് വരുന്ന എല്ലാ ചോദ്യങ്ങളും ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വേവിന്റെ ഒബ്സർവേഷൻ ആണ്. ഓക്കെ, വിച്ച് വേവ് ഹാസ് ഹയർ ഫ്രീക്വൻസി? ഹയർ ഫ്രീക്വൻസിയും ലോങ്ങർ ആയിട്ടുള്ള വേവ് ലെങ്ത് ഉള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹയർ ഫ്രീക്വൻസി ഏതിനാണ്? ആറിനാണ്. വേവ് ലെങ്ത് കൂടുതൽ പീനാണ്. ഓക്കെ, ടേക്ക് 0.1 സെക്കൻഡ് ടു ട്രാവൽ എ ഡിസ്റ്റൻസ് 2 മീറ്റർ ഇഫ് ദ വേവ് ലെങ്ത് ഓഫ് ദി വേവ് ക്യൂ ഈസ് 0.2 മീറ്റർ വാട്ട് ഈസ് ഇറ്റ്സ് ഫ്രീക്വൻസി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടൈം എത്ര എടുക്കുന്നത്? 0.1 സെക്കൻഡ് എടുക്കുന്നു. ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്യുന്നു? 2 മീറ്റർ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആരെ കണ്ടുപിടിക്കാം? നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ 2/0.1 എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടുത്തെ വെലോസിറ്റി. എന്തിനാണ് വെലോസിറ്റി കണ്ടുപിടിച്ചത്? ഫ്രീക്വൻസി അല്ലെ, ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിച്ചത്. നമ്മൾ ഇക്വേഷൻ പഠിച്ചതാണ് എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. അപ്പോൾ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ വേവ് ലെങ്ത്. അപ്പോൾ എത്രയാണ്? വെലോസിറ്റി 20 ആണ്. വേവ് ലെങ്ത് എത്രയാണ്? 0.2 മീറ്റർ ആണ്. അപ്പോൾ ആൻസർ എത്ര വരും? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 100 ഹെർട്സ് എന്ന് വരും. കണ്ടോ, നിങ്ങൾ പഠിച്ചത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചാപ്റ്റർ. ഇനി നമ്മുടെ റേസിന്റെ ഫൗണ്ടേഷൻ ബാച്ചിൽ ഒരു സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ ഓഗസ്റ്റ് 10 എൻറോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 70% സ്കോളർഷിപ്പ് നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ മെസ്സേജ് നിങ്ങൾ പാസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങളെ എക്സാമിന് ചോദിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.